ഹലോ ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA ഇക്കണോമിക്സ് 4th സെമസ്റ്റർ എക്സാംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണോ നിങ്ങൾ? ഇപ്പോൾ ഓട്ടോണോമസുകാരുടെ എക്സാംസൊക്കെ തന്നെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്നത് റെഗുലർകാരുടെയും അതുപോലെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻകാരുടെയും ഒക്കെ തന്നെയാണ്. 4th സെമസ്റ്റർ BA ഇക്കണോമിക്സിനെ സംബന്ധിച്ച് 2 കോർ കോഴ്സുകളാണുള്ളത്. മാക്രോ ഇക്കണോമിക്സ് 2ഉം അതുപോലെ QT 2ഉം. അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ എക്കണോമിക് അനാലിസിസ് 2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രാഷ് കോഴ്സ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ 4th സെമസ്റ്ററിലെ എല്ലാ സബ്ജക്ട്സുകളും ഉൾപ്പെടുത്തിയിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് ആവട്ടെ, അതുപോലെ ഇംഗ്ലീഷ് ആവട്ടെ, പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ എന്തോ ആവട്ടെ, അതുപോലെ തന്നെ QTയും മാക്രോ എക്കണോമിക്സ് 2ഉം. സോ ഈ എല്ലാ സബ്ജക്റ്റും കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരൊറ്റ ക്രാഷ് കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, ഇംഗ്ലീഷ് മലയാളം നോട്ട്സുകളുണ്ട്, റിവിഷൻ ഉണ്ട്, കമ്പൈൻഡ് സ്റ്റഡി ഉണ്ട്. അങ്ങനെ ഒരൊറ്റ പാക്കേജ് പോലെയാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊരു ചെറിയ ഫീസുമുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളെ ഒരാൾ പുഷ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ പഠിക്കില്ല. രണ്ടാമത്തെ കേസ്, ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട്സ് നമ്മൾ മാറ്റി വയ്ക്കും. QTനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സസൈസുകളും കാര്യങ്ങളും നമ്മൾ ചെയ്താൽ മാത്രമാണ് എക്സാമിന് നമുക്കത് യൂസ്ഫുൾ ആയിട്ട് മാറുള്ളൂ, എക്സാമിന് നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ ഡെയിലി എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്സസൈസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവർക്ക് വർക്കൗട്ട്സും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളത് ചെയ്ത് ശീലിക്കുകയും ചെയ്യും, എക്സാമിലേക്ക് അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഇനി ലൈവ് ക്ലാസ്സും റെക്കോർഡ് സെഷൻസും ഒക്കെ തന്നെ കണ്ട് മടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കമ്പൈൻഡ് സ്റ്റഡി സെഷൻ കൊണ്ടുവരുന്നത്. കമ്പൈൻഡ് സ്റ്റഡി സെഷൻ എന്ന് പറയുന്നത് രാത്രി 10 to 11 അല്ലെങ്കിൽ ഒരു മോർണിംഗ് 5 to 6 അല്ലെങ്കിൽ മോർണിംഗ് 6 to 7 എന്ന് പറയുന്ന ഒരു സമയത്താണ് ഈ ഒരു കമ്പൈൻഡ് സ്റ്റഡി സെഷനൊക്കെ നടക്കാറ്. അത് നിങ്ങൾ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന ടൈമാണ് നമ്മൾ എടുക്കാറ്. ആ ഒരു ടൈമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഗൂഗിൾ മീറ്റ് ത്രൂ നമ്മളെല്ലാവരും കൂടിയിട്ട് ഓരോ ദിവസം ഓരോ റിവിഷനായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ പുഷ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാം വായിച്ചു നോക്കും. മാക്സിമം ഒരു 3-4 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും 1-2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് പഠിക്കുകയും അതിൻ്റെ ലെക്ചർ നോട്ട്സ് എഴുതിയെടുക്കുകയും ബാക്കി നോട്ട്സുകളൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ക്രാഷ് കോഴ്സ് ടോട്ടലായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, കമ്പൈൻഡ് സ്റ്റഡി ഉണ്ടാവും, റിവിഷൻ ഉണ്ടാവും, ഇംഗ്ലീഷ് മലയാളം നോട്ട്സിൻ്റെ ഒക്കെ തന്നെ സെപ്പറേറ്റ് PDFs ഉണ്ടാവും. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന 2 മാർക്ക് അതുപോലെ 5 മാർക്ക് 10 മാർക്ക് ക്വസ്റ്റ്യൻസിനെയൊക്കെ തന്നെ സെപ്പറേറ്റ് PDFസും നോട്ട്സും ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഓവറോൾ ആയിട്ടുള്ള ക്രാഷ് കോഴ്സ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസ് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം.